Welcome to Feast of Flavors. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു സിമ്പിൾ റെസിപ്പിയാണ് കോവക്ക ഫ്രൈ. അപ്പോൾ എങ്ങനെയാണ് കോവക്ക യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കോവക്ക ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 350 ഗ്രാം കോവക്ക ക്ലീൻ ആക്കി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് എന്ന് കാണിച്ചു തരാം. ആദ്യം ഒരു കോവക്ക എടുത്തിട്ട് അതിൻ്റെ ഈ മുകൾ ഭാഗവും താഴ്ഭാഗവും ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് കളയാം. ആദ്യം നീളനെ നടുവിലൂടെ മുറിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഓരോ പീസ് എടുത്തിട്ട് വീണ്ടും നീളനെ തിന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോ പീസും ഈ ഒരു തിക്നെസ്സിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതുപോലെ എല്ലാം വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് കോവക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാം. ആദ്യം ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ നോർമൽ ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ കയ്യിലെ മുളക് പൊടിക്ക് എരിവ് കുറച്ച് കൂടുതലായതിനാലാണ് ഞാനിങ്ങനെ യൂസ് ചെയ്യണത്. നിങ്ങളുടെ കയ്യിലെ മുളക് പൊടിക്ക് ഒരു നോർമലായിട്ടുള്ള എരിവ് ഉള്ളോ എന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂൺ ചേർത്താൽ മതിയാകും. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പെരിഞ്ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ വെള്ളം വേറെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കോവക്കയുടെ ഉള്ളിൽ ആ ഒരു നനവ് കൊണ്ട് തന്നെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതെല്ലാം വളരെയധികം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 20 to 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 5 to 10 മിനിറ്റ്സ് ആയാലും മതി. പക്ഷേ അധികം നേരം വെക്കുമ്പോൾ ഈ കോവക്കയുടെ ഉള്ളിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നമ്മൾ ചേർത്ത് കൊടുത്ത മസാലപ്പൊടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ടൈമിനനുസരിച്ചിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനിയൊരു പാൻ വെച്ചിട്ട് പാൻ ചൂടായി തുടങ്ങുമ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പകരം സൺഫ്ലവർ ഓയിൽ അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന കോവക്കയാണത്. ഇതിപ്പോൾ കോവക്കയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന മസാലപ്പൊടികളൊക്കെ ഇതിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് പൊരിക്കാൻ എടുക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് ഒന്നെല്ലാം ഇളക്കി കൊടുക്കണം. കാരണം വെള്ളം ഇറങ്ങി വരുന്നതോടൊപ്പം ചിലപ്പോൾ മസാലപ്പൊടികൾ താഴത്ത് ഊറി നിൽക്കുന്നുണ്ടാവും. അതെല്ലാം ഒന്ന് യൂണിഫോം ആയിട്ട് മിക്സ് ആവാൻ വേണ്ടി ഒന്നെല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് ഈ ചൂടായ എണ്ണയിലേക്ക് ടീസ്പൂൺ തന്നെ യൂസ് ചെയ്ത് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു പരുവക്കാകുമ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി തുടങ്ങുമ്പോൾ ഇതൊരു സ്ട്രെയിനറിലേക്ക് വറുത്ത് കോരി മാറ്റി വെക്കാം. അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഇതും ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി തുടങ്ങുമ്പോൾ ഒരു സ്ട്രെയിനറിലേക്ക് വറുത്ത് കോരി മാറ്റി വെക്കാം. അങ്ങനെ കോവക്ക ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. സെയിം ഓയിലിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഫ്രൈ ചെയ്തെടുത്ത് ഈ കോവക്കയുടെ മുകളിൽ ഇട്ട് കൊടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. അരിപ്പൊടിയും കടലമാവൊക്കെ ചേർത്തിട്ട് കോവക്ക ഫ്രൈ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി ഊണിൻ്റെ കൂടെ കഴിക്കാൻ ഒന്നുകൂടി ബെറ്റർ കോമ്പിനേഷനായിട്ട് ഫീൽ ചെയ്തത് ഈ ഒരു വേയിൽ കോവക്ക ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് അപ്ലോഡിങ്ങിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. വീണ്ടും നല്ല റെസിപ്പിയായിട്ട് കാണുന്നതുവരെ ബൈ. താങ്ക് യു.